ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നമ്മൾ ആദ്യമേ തന്നെ നോക്കുമ്പോൾ കുറച്ചധികം നാളുകളായിട്ട് റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങളോ ട്രസ്റ്റ് ഇഷ്യൂസോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പോയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിന് പതിയെ ഒരു മാറ്റം വരുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പതിയെ ഒരു പ്രോഗ്രസ്സിങ് ലെവലിലായിരിക്കാം. ഒരുപക്ഷെ കുറച്ചധികം നാളുകളായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലോ ഒക്കെ നിന്നിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ അടുത്തായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റീകൺസിലിയേഷൻ കിട്ടിക്കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരത്തേനേക്കാളും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. തീർത്തും മോശമായിട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പതിയെയുള്ള ആ ഒരു സാവധാനത്തിലുള്ളൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കിട്ടിക്കഴിഞ്ഞതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെയധികം സൈലൻ്റ് ആയിട്ട് പോയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യതയും നമുക്കിതിനകത്ത് പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രണ്ട് വ്യക്തികളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളെക്കാൾ ഏജ് കൂടിയ വ്യക്തിയായിരിക്കാം, കുറഞ്ഞ വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരു പക്വത കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. വളരെയധികം ഒരു ഇമ്മച്വറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അതായത് നമ്മൾ ഈ ഒരു പേഴ്സൺ എടുത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്ന, അല്ലെങ്കിൽ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ചെറിയ സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്തും ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് നല്ല രീതിയിൽ ഒരു മൂഡ് സ്വിങ്സ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏത് കാര്യത്തിൻ്റെതാണെന്നുണ്ടെങ്കിലും ഒരു എക്സ്ട്രീം ലെവൽ വരെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പോയി എന്ന് വരാം. അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിച്ചേക്കും. അതായത് ഇവരെ ഡിസ്റ്റർബ്ഡ് ആക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മൈൻഡ് കൺഫ്യൂസ് ചെയ്യാനോ ഒക്കെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ചിലപ്പോൾ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അതായത് ഇപ്പോൾ ചില വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്, വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അവരെ പെട്ടെന്ന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരെടുത്ത ഡിസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പേഴ്സൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഇപ്പോൾ ഇവരെന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് അത് ഒരാളോട് ചിലപ്പോൾ അവരുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവരൊരു നെഗറ്റീവ് അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് പറഞ്ഞ് തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് സ്ലിപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടർ ചേഞ്ച് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കാണിച്ചെന്ന് വരാം. അതായത് ഇവരിപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ അതേ ഹാപ്പിനെസ് കാണിക്കും. അല്ല ഇനിയിപ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അതും ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തെന്ന് വരാം. അവർക്ക് അവിടെ ആ ഒരു സമയത്ത് നിങ്ങളോട് യാതൊരു വഴക്കം ഉണ്ടാവണമെന്നില്ല, പക്ഷേ അവരുടെ ഒരു മൈൻഡ് എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചേക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി. പക്ഷേ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു പറയുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ് ഈ ഒരു വ്യക്തിയുടെ. അത്രയധികം മനസ്സിന് കാഠിന്യമുള്ള ഒരു പേഴ്സൺ ഒന്നും ആയിരിക്കണം എന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശരിയാണോ എന്ന് വിശ്വസിച്ച് ആ ഒരു രീതിയിലേക്ക് പോകാൻ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്കൊരു അഷുറൻസ് തന്നു കഴിഞ്ഞാലും ചിലപ്പോൾ പിന്നീട് ഈ ഒരു പേഴ്സൺ അത് മാറ്റി കൊണ്ടുപോകാനും സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുമ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ അസ്വസ്ഥമാക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് ബേസിക്കലി നിങ്ങളോട് ഈ ഒരു പേഴ്സണ്
നല്ല രീതിയിലുള്ള ഇഷ്ടമുണ്ട്. ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനസികമായിട്ട് അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവരുടെ സാഹചര്യങ്ങൾ നമുക്കിതിനകത്ത് നോക്കുമ്പോഴത്തേക്കും തേർഡ് പാർട്ടി എനർജീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു മൂഡ് സ്വിങ്സ്, ഇങ്ങനെ പല കാര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയും മറിഞ്ഞും ഒക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തെന്ന് വരാം. അതായത് ആ ഒരു സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കറൻലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് കുറച്ച് ടെൻഷനിലാണ്. ടെൻഷൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, കുറച്ചൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഒന്ന് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ കൊണ്ടോ ഒക്കെ ആയിരിക്കാനാണ് കൂടുതലും ഒരു സാധ്യത നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു വ്യക്തിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചില വിഷമങ്ങളാണെന്നുണ്ടെങ്കിലും അവർ ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പോട്ടെ എന്ന് വെക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് അത്രയും ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി വിഷമിക്കുന്ന വ്യക്തികളൊന്നും ആയിരിക്കണം എന്നില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്കത് വലിയ സംഭവങ്ങളായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ തീർത്തും ഒരു മാനസികാവസ്ഥ അത്ര റെഡി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. കുറച്ച് ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് സങ്കടത്തിലിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടുത്തായിട്ടൊരു റീകൺസിലേഷൻ കിട്ടിയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇവർ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി, അത്രയും സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മാനസികമായിട്ടൊന്ന് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഇൻഫ്ലുവൻസ് അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എനർജി ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസോ ആയിരിക്കാം. അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റീകൺസിലേഷൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ കുറച്ച് നാളത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കുറച്ചൊരു പോസിറ്റീവ് വൈബ് നിങ്ങളിലേക്ക് വന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് തുടങ്ങിയെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഇവർ കുറച്ച് പോസിറ്റീവ് വേയിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം ഇല്ല എന്ന് തോന്നിയേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഇൻവോൾവ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെയുണ്ട്. ഈ ഒരു പേഴ്സണെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവിടെ നിന്ന് ഈ ഒരു പേഴ്സൺ ഒരു നെഗറ്റീവ് വൈബാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഡിമോട്ടിവേഷനാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബന്ധത്തിനകത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷണൽ വൈസ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുമാത്രമല്ല ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളോട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ആ ഒരു പാഷനേറ്റ് എനർജിയും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റീകൺസിൽ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. അതായത് ഒരേ സമയം തന്നെ ഈ ഒരു പേഴ്സൺ രണ്ട് രീതിയിലും ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഏതെങ്കിലും ഹാപ്പി ന്യൂസ് പറയാനായിട്ട് പാരൻസിൻ്റെ അടുക്കലേക്ക് ഓടി പോവുകയാണെന്നിരിക്കട്ടെ. അത്രയും ആ ഒരു സന്തോഷത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ആ ഒരു കുഞ്ഞ് തട്ടി വീണ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം അവിടെ ഇല്ലാണ്ടാവും, പകരം കരച്ചിലായിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു തീവ്രത അവിടെ നഷ്ടപ്പെട്ടു പോയിട്ട് ഒന്ന് പകച്ചു നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരും. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന പേഴ്സണാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാളത്തെ ആ ഒരു തട്ടലും മുട്ടലും അല്ലെങ്കിൽ തടസ്സങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾക്കും എല്ലാം ശേഷം പതിയെ ഒന്ന് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ വീണ്ടും വന്ന് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കിടയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി മൂലം ഉണ്ടാകുന്ന ഇവർക്ക് ഉണ്ടാകുന്ന മെൻ്റൽ ആഗണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റിലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തലതിരിവ് വരുന്നത് പോലെ കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക.
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങളും ആകെ ഇറിറ്റേറ്റ് ആയിട്ട് പോകാനുള്ള നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ കാണുമ്പോഴത്തേക്കും ഇവരെന്താണ് ഒന്നിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരുടെ ഒരു മൂഡ് സ്വിങ്സ് കാണുമ്പോഴായിരിക്കാം ഇപ്പോൾ പറയുന്നതല്ലല്ലോ ഇവർ പിന്നീട് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഭയങ്കര സ്നേഹത്തോടെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെയുള്ള അവരുടെ ഒരു ഭാവമാറ്റോ കാര്യങ്ങളെല്ലാം നിങ്ങളെ തന്നെ വളരെയധികം സർപ്രൈസ്ഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ്. പക്ഷേ ഇപ്പം നമ്മൾ കറൻലി നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്യുന്നത് തേർഡ് പാർട്ടി എനർജി, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടായിട്ടുള്ള വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഇവർ ഒരുപാട് ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് റീകൺസിലേഷനൊക്കെ നടന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി എനർജി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കാം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു തേർഡ് പാർട്ടി അറിഞ്ഞ് ഇവരോട് ആർഗ്യുമെൻറ്റ്സിന് വരികയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സണ് കുറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനോ വിട്ട് കളയാനോ ഒന്നും ഇവർ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സ്ട്രഗിൾ ഇവർക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മാറ്റം വരും. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് പാമ്പറിങ് ഈ ഒരു പേഴ്സണോട് ഒരിക്കലും ചെയ്യരുതെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു പേഴ്സണിന് പുറകെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അവരെ ശ്രദ്ധിക്കുക, അമിതമായിട്ട് അവരെ ഫോക്കസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവരുടെ ആ ഒരു ഇമ്മച്വർ ക്യാരക്ടർ തീർച്ചയായിട്ടും അവർ പ്രകടിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് വാശി കൂടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഒന്നും കൂടി കടുത്ത സംസാരിച്ചെന്ന് വരും. അവരുടെ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മനസ്സിനുള്ളിൽ ഒന്നും വെച്ചിട്ടല്ല നിങ്ങളോട് പ്രതികരിക്കുന്നതെങ്കിലും അത്തരത്തിലുള്ള അവരുടെ ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. സോ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ നിലനിർത്തി പോകുന്നതായിരിക്കും നിങ്ങളുടെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ക്യാരക്ടറും സിറ്റുവേഷൻസും എല്ലാം നിങ്ങളുടേതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓവറായിട്ടുള്ള ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ പാമ്പറിങ്ങോ എല്ലാം ഈ ഒരു പേഴ്സണ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ ഈ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അവർക്ക് തന്നെ വളരെ പെയിൻഫുള്ളായിട്ട് തോന്നുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറിപ്പോയിക്കോളും. അതായത് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് വന്നോളും എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഏത് തരത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയില്ല എന്നുള്ളതാണ്. ആഫ്റ്റർ ഓൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടിയേ തീരൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയാനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഓൾറെഡി പറഞ്ഞതുപോലെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ്, അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്, പാഷനേറ്റ് ആയിട്ടുള്ള എനർജി എല്ലാം ഇവർക്ക് നിങ്ങളോടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതലായിട്ട് അവരെ കെയർ ചെയ്യാതെ അല്ലെങ്കിൽ അവരോട് ഫോക്കസ് ചെയ്യാതിരിക്കുക. ഈ ഒരു പേഴ്സണായിട്ട് കുറച്ച് സമയം കൊടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ പൂർവാധികം ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ അതിശയിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്ത് വരും. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് നിങ്ങളുടെ എനർജീസോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്കും വളരെ അഷ്വേർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഈ ഒരു പേഴ്സണ് ലൈഫിൽ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടി നിലനിൽക്കുകയോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കി കളയാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കില്ല. പൂർണ്ണമായിട്ട് നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നേച്ചർ, ഇവരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് വഴിതെറ്റിക്കാൻ എളുപ്പമുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഇവർക്ക് ചില പിടിവാശിയുള്ളൊരു വ്യക്തിയാണ്, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉള്ളൊരു വ്യക്തിയാണെന്നുള്ള ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് നല്ല രീതിയിലുള്ള ധാരണ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു അനിഷ്ടം കാണിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കുക, ഒന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പേഴ്സണായിട്ട് തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് വന്നുകൊള്ളും എന്നുള്ളതാണ്. നിങ്ങൾ ഓവറായിട്ട് ഈ ഒരു പേഴ്സണിൻ്റെ കാര്യങ്ങളിൽ കൺസേൺ ചെയ്യാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിട്ടൊരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.